ഡിയേഗോ മറഡോണ എല്ലാ അർത്ഥത്തിലും കളിക്കളത്തിലെ ഒരു രാജാവായിരുന്നു മറഡോണ. കോവിഡ് കാലത്തിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ അദ്ദേഹം തന്റെ പൂർവ്വ ക്ലബിന്റെ കളി കാണാൻ എത്തിയപ്പോൾ ന്യൂവൽസ് ഓൾഡ് ബോയ്സിന്റെ മാനേജ്മെന്റ് മാർസെലോ ബിയൽസ സ്റ്റേഡിയം ഗ്രൗണ്ടിലെത്തിയ മറഡോണയ്ക്ക് അന്ന് നൽകിയത് ഇത്രയുമായിരുന്നു: ഒരു ഫ്രെയിം ചെയ്ത പെയിന്റിംഗ്, വലിയ ക്യാൻവാസിൽ ചെയ്ത ഒരു ആർട്ട് വർക്ക്, ന്യൂവൽസിന്റെ ടീം ജേഴ്സി, പിന്നെ ഒരു സിംഹാസനവും. രാജാവിന് ചേർന്ന സ്വീകരണം തന്നെയായിരുന്നു അത്. മറഡോണയെ കുറിച്ച് പറയുമ്പോൾ പതിവ് ചട്ടക്കൂടുകൾക്കപ്പുറത്തേക്ക് പലപ്പോഴും ഡ്രിബിൾ ചെയ്ത് കടന്നെങ്കിലും മറഡോണ ഇഷ്ടം എന്ന സ്റ്റാറ്റസ് ഇടുന്നവരായിരുന്നല്ലോ നമ്മൾ. ലാറ്റിൻ അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തെ ഏത് കോണിലെയും കായിക പ്രേമികൾ തങ്ങളുടെ പിൻതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ആവേശോജ്വല കഥകളിൽ മറഡോണ എന്ന കാൽപന്ത് കളിയിലെ രാജകുമാരന്റെ സംഭവബഹുലമായ ജീവിതവും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആ കഥകളിൽ എവിടെയോ സിംഹാസനസ്ഥനായി ഡിയേഗോ നിങ്ങളെ നോക്കി കൈ ഉയർത്തും. ഓർമ്മകൾക്ക് നന്ദി, ഞാൻ നിങ്ങളെ രസിപ്പിച്ചിരുന്നു എന്ന് ഒരു അശരീരി എവിടെ നിന്നെങ്കിലും മുഴങ്ങുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. കാരണം അതൊക്കെയായിരുന്നല്ലോ മറഡോണ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതെ, ഡിയേഗോ മറഡോണ എന്നാൽ ഫുട്ബോളിനപ്പുറം ലോക കായിക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത എന്റർടൈനർ എന്ന് തന്നെയായിരുന്നു അർത്ഥം. കോപ്പി ബുക്ക് ശൈലിക്കപ്പുറം ഇതെങ്ങനെ ചെയ്യുന്നുവെന്ന അവിശ്വസനീയതയുടെ നോട്ടങ്ങൾ കാണികൾക്കിടയിൽ വ്യാപിപ്പിക്കുന്നതായിരുന്നു അയാളുടെ കളത്തിലെ പ്രകടനങ്ങളെങ്കിൽ കളത്തിന് പുറത്ത് അയാൾ ആരെയും കൂസാതെ പതിവ് ചട്ടക്കൂടുകൾക്കപ്പുറത്തേക്ക് ഡ്രിബിൾ ചെയ്ത് കടന്നിരുന്നു പലപ്പോഴും. അങ്ങനെയുള്ള വാർത്തകളൊക്കെയും ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ വിരമിച്ചതോടെ ക്രിക്കറ്റ് കളി കാണുന്നത് നിർത്തിയ എത്രയോ പേർ നമ്മുടെ ചുറ്റിലുമുണ്ടാകും. പക്ഷേ ഫുട്ബോളിൽ നിന്ന് വിരമിച്ച് വർഷങ്ങൾക്കിപ്പുറവും മരിക്കുന്നതുവരെയും ഡിയേഗോ മറഡോണ എന്ന മനുഷ്യൻ അർജന്റീനയ്ക്ക് ദശലക്ഷക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗവേഷണ പ്രബന്ധങ്ങൾക്ക് പോലും വിഷയമാക്കാൻ മാത്രം ആഴമുള്ളതാണ് പിൻതലമുറകളിൽ അയാൾ ചെലുത്തിയ സാംസ്കാരിക സ്വാധീനം എന്ന് തന്നെ പറയാം. വിശേഷിച്ചും കേരളം പോലെ ഇങ്ങേ അറ്റത്തുള്ള ലാറ്റിൻ അമേരിക്കയിൽ നിന്നും കാതങ്ങൾ അകലെയുള്ള ഈ കൊച്ചു പ്രദേശത്ത് പോലും അദ്ദേഹം ചെലുത്തിയ സ്വാധീനം അത്രയും വലുതായിരുന്നു. 90-ലെ ലോകകപ്പ് കാലത്ത് പത്രത്താളുകളിൽ വിരിഞ്ഞു നിന്ന ആ കുറിയ മനുഷ്യന്റെ മങ്ങിയ ചിത്രങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. 86 ലോകകപ്പ് മറഡോണയെ സംബന്ധിച്ചിടത്തോളം ഐതിഹാസിക പ്രകടനങ്ങൾ നിറഞ്ഞ ആ ഒരു ലോകകപ്പ്. മറഡോണ എന്ന താരം വിരലുകൾക്കിടയിൽ എരിയുന്ന ചുരുട്ടുമായിരിക്കുന്ന മറഡോണയിൽ ഫിഡൽ കാസ്ട്രോയെ കണ്ടവർ ഏറെയായിരുന്നു ആ സമയത്ത്. വലതുകൈയിൽ പച്ചകുത്തിയ ചെഗുവേരയുടെ ചിത്രം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങിയവർ അതിലുമേറെയായിരുന്നു. ഫിഡൽ ചെയ്യുന്നതെല്ലാം, ഷാവേസ് ചെയ്യുന്നതെല്ലാം എന്നെ സംബന്ധിച്ച് ഏറ്റവും മികച്ചതെന്ന് ആ സമയത്ത് പ്രഖ്യാപിച്ച മറഡോണയെ അവർ മടികൂടാതെ കോംറേഡ് എന്നും വിളിച്ചിരുന്നു, സഖാവ് എന്ന് വിളിച്ചിരുന്നു. മറഡോണ കളി നിർത്തി കാലമേറെ കഴിഞ്ഞിട്ടും രക്തത്തിന് അർജന്റീനയുടെ ഇളം നീല നിറവുമായി പിന്നെയും ഒരുപാട് ആരാധകർ ജനിച്ചിട്ടുണ്ട്. അതിന് കാരണം ഗബ്രിയൽ ബാറ്റിസ്റ്റയുടെയും ക്ലോഡിയോ കനീഗയെയും ഏരിയൽ ഒർട്ടേഗയും യുവാൻ റോമൻ റിക്വൽമിയും ഒന്നുമായിരുന്നില്ല. ഒരുപക്ഷെ ലയണൽ മെസ്സി പോലുമല്ലായിരുന്നു. മൂലനാമമായി ഊർജത്തിന്റെ പ്രാഥമിക സ്രോതസ്സായി അയാളുണ്ട് ഡിയേഗോ അർമാൻഡോ മറഡോണ ഫ്രാങ്കോ. വിശുദ്ധിയുടെ ചില്ലുകൂടുകൾ ഒരിക്കലും അയാളെ മോഹിപ്പിച്ചിട്ടില്ല. എന്നാൽ അയാളുടെ ജീവിതാസക്തി അതിനൊക്കെയും അപ്പുറത്തായിരുന്നു. ബഹുവർണ്ണത്തിൽ ലോകം ടിവിയിലൂടെ കണ്ട ആദ്യത്തെ ലോകകപ്പായിരുന്നു 86-ലേത് മറഡോണയുടെ ആ ഒരു ലോകകപ്പ്. അവരിൽ ഏർപ്പേർക്കും പെലെയുടെ ബ്രസീൽ കേട്ടുകേൾവി മാത്രമായിരുന്നു. അങ്ങനെയാണ് ഒരു തലമുറയുടെ വർണ്ണശബളമായ ഓർമ്മകളിലേക്ക് ഇളം നീല നിറത്തിൽ മറഡോണയ്ക്കൊപ്പം അർജന്റീന എന്ന രാജ്യവും ആ സമയത്ത് 86-ൽ കുടിയേറി പാർക്കുന്നത്. ഫുട്ബോളിന്റെ വീരേതിഹാസങ്ങളിലെ മുൻ തലമുറകളിൽ ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോയും പെലെയും മുതൽ പിൻതലമുറകളിൽ സിനദീൻ സിദാനും ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും വരെ അക്കങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അയാളോട് മത്സരിച്ചേക്കാം, അയാളെ തോൽപ്പിച്ചിരുന്നിരിക്കാം. എന്നാൽ 80കളിലും 90കളുടെ തുടക്കത്തിലും അയാൾ വിത്തുപാകി ഗ്രൗണ്ടിൽ കൊയ്തെടുത്ത കൊടുങ്കാറ്റുകൾക്ക് മുന്നിൽ സ്ഥിതിവിവര കണക്കുകൾക്ക് ഒരു പ്രസക്തിയുമില്ലായിരുന്നു. ഫിസിക്കാലിറ്റി എന്നാൽ ഫിറ്റ്നസ് മാത്രമായിരുന്നില്ല ഡിയേഗോ മറഡോണയ്ക്ക്. പ്രായം 25 തികയും മുൻപേ വിരമിക്കലിലേക്ക് പോലും നയിക്കാമായിരുന്ന ഒരു പരിക്കിൽ നിന്നും അയാൾ നടത്തിയ തിരിച്ചുവരവ് ശാരീരികം മാത്രമായിരുന്നില്ല, മാനസികം കൂടിയായിരുന്നു. മയക്കുമരുന്ന് ഉപയോഗവും മറ്റുമായി ഫുട്ബോൾ അല്ലാത്ത കാരണങ്ങളാൽ വാർത്തകളിൽ ഇടം പിടിക്കുമ്പോഴും എന്തുകൊണ്ടോ ഡിയേഗോയെ പാടെ വെറുക്കുന്നതിന് പകരം ഏത് നിമിഷവും പഴയപടി ഇരുത്താമെന്ന ചിന്തയിൽ അനാവശ്യ ബഹളം സൃഷ്ടിക്കുന്ന കുട്ടിയെ ഒരു ക്ലാസ്സിൽ ബെഞ്ചിൽ കയറ്റി നിർത്തുന്ന അധ്യാപകന്റെ മനസ്സായിരുന്നു കായിക പ്രേമികൾക്ക്. ആ അധ്യാപകൻ അറിയാം, തന്റെ പിറകിലെ ബ്ലാക്ക് ബോർഡിൽ കുറിച്ച അത്ര എളുപ്പമൊന്നും കിട്ടാത്ത ചോദ്യത്തിന് ഉത്തരം ഏറ്റവും ആദ്യം ഇവൻ തന്നെ, മറഡോണ തന്നെ പറഞ്ഞ് തന്റെ കയ്യിൽ നിന്നും സ്വർണ്ണപ്പതക്കം മേടിക്കുമെന്ന്. കഴിഞ്ഞതിന് മുമ്പത്തെ ലോകകപ്പിന്റെ സമയത്ത് അർജന്റീനയുടെ കളി കാണാനായി എത്തിയ മറഡോണയെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ആവേശം നമ്മൾ കണ്ടതാണ്. കരഞ്ഞും ചിരിച്ചും തെറിവിളിച്ചും ആർത്തു വിളിച്ച ഒരു പച്ച മനുഷ്യനായിരുന്നു അപ്പോൾ ഡിയേഗോ മറഡോണ.
കളത്തിനുള്ളിലും പുറത്തും കിറുക്കിനോളം വകഭേദമുള്ള പേരിട്ട് വിളിക്കാവുന്ന തന്റെ യുക്തിക്കൊത്ത് എന്തിനേയും വെല്ലുവിളിക്കാൻ പോന്ന വരും വരായികകളെ മാനിക്കാത്ത ഒരു സത്യസന്ധത കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ സമയത്തെ ചെയ്തികൾക്കെന്ന് കടുത്ത എതിരാളികൾ പോലും സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്ന് ഉറപ്പാണ്. കാൽപന്ത് കളിയിലെ പൊതു നിയമങ്ങളെ വാക്കുകൊണ്ടും കാലുകൊണ്ടും തച്ചുടച്ച് ലോകത്തെ ഏറ്റവും അധികം ആരാധകരുള്ള ഫുട്ബോൾ പ്രതിഭയായി വളർന്ന ഡിയേഗോ അമാൻഡോ മറഡോണയുടെ ജീവിതകഥ ആരെയും ഒരു ത്രില്ലർ സീരീസ് കണ്ടതിന്റെ ആവേശം കൊള്ളിക്കുമെന്ന് ഉറപ്പാണ്. പെലെ എന്ന പേരിനൊപ്പം തന്നെ കട്ടയ്ക്ക് മറഡോണ ഇടം പിടിച്ചപ്പോൾ ഒരു കാലത്തെ ഫുട്ബോൾ ചർച്ചകളൊക്കെയും ഇരുവരെയും ചേർത്തായിരുന്നു. ആരാണ് കേമൻ എന്ന ചർച്ചകളിൽ ഇരുവരും മാത്രമായിരുന്നു. ഒരു കാലത്ത് മൈതാനത്ത് കവിത വിരിച്ചിരുന്ന മറഡോണ ഏതാണ്ട് 2-3 വർഷം മുമ്പ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് 60ന്റെ നിറവിലെത്തിയ കോവിഡ് കാലത്ത് ജന്മദിനം ആഘോഷിക്കുമ്പോൾ പോലും ഇനിയും പൂർത്തിയാകാത്ത എന്തെങ്കിലും സ്വപ്നം ബാക്കിയുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇംഗ്ലണ്ടിനെതിരെ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ കൈ പ്രയോഗത്തിലൂടെ ഗോളടിക്കണം, ഇത്തവണ പക്ഷേ വലത് കൈകൊണ്ടാകണം. അതായിരുന്നു മറഡോണയുടെ ആഗ്രഹം. ഫ്രാൻസ് ഫുട്ബോൾ മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് മറഡോണ തന്റെ വിചിത്രമായ ഈ സ്വപ്നത്തെക്കുറിച്ച് അന്ന് തുറന്നു പറഞ്ഞത്. 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിലായിരുന്നു മറഡോണ നൂറ്റാണ്ടിന്റെ ഗോളും ദൈവത്തിന്റെ കൈ ഗോളും നേടി ഇതിഹാസ സമാനമായി വളർന്നത്. ആ ലോകകപ്പ് അർജന്റീന നേടിയത് മറഡോണയുടെ മാത്രമല്ല, ഫുട്ബോളിൽ തന്നെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത മുഹൂർത്തങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു. അന്നത്തെ ആ കൈകൊണ്ടുള്ള ഗോൾ, ദൈവത്തിന്റെ കൈ എന്നറിയപ്പെടുന്ന ഗോൾ. കൈകൊണ്ട് ഗോളടിച്ചതിൽ കുറ്റബോധമില്ല, കാരണം അത് ചരിത്രമാണ്. ആ ഗോൾ സംഭവിച്ചതിൽ ഞാൻ ക്ഷമ ചോദിച്ചാൽ നിങ്ങൾക്ക് പിറകിലോട്ട് പോയി ചരിത്രം തിരുത്താൻ സാധിക്കണം. അതൊരിക്കലും സാധ്യമല്ലല്ലോ. ആ ഗോൾ ചരിത്രമാണ്. അർജന്റീന ലോകകപ്പ് ജേതാക്കളായി. ഞാൻ ലോകത്തെ മികച്ച ഫുട്ബോളറും. എൻ്റെ കളി കണ്ടിരിക്കുമ്പോൾ വലിയൊരു വിഭാഗം കാണികൾക്ക് അതൊരു റിലാക്സേഷനാണ്. അത് സ്റ്റേഡിയത്തിലാവട്ടെ ടി വിയിലാകട്ടെ അങ്ങനെ തന്നെയാണ്. അതാണ് എന്നെ ഏറ്റവും സന്തോഷവാനാക്കുന്നത്. മറഡോണ ആ അഭിമുഖത്തിൽ തൻ്റെ മനസ്സ് തുറന്ന് പറഞ്ഞത് ഇത്രയൊക്കെയായിരുന്നു. മറഡോണ വിട പറഞ്ഞപ്പോൾ ശരിക്കും ആവർത്തിക്കപ്പെടാൻ ഇനി ഒരിക്കൽ സാധ്യതയില്ലാത്ത നിരവധി കളി മുഹൂർത്തങ്ങളുടെ ഓർമ്മകളാണ് നമുക്ക് നഷ്ടമായത്. അതെ, നികത്താനാവാത്ത വിടവ് എന്ന് ആരെക്കൊണ്ടെങ്കിലും പറയുന്നത് ക്ലീഷേ ആണെങ്കിൽ ഈ വിയോഗം ഒരു ശരാശരി കായിക പ്രേമിക്ക്, ഫുട്ബോൾ പ്രേമിക്ക് നൽകുന്നത് അതേ വികാരം തന്നെയാണ്, അതേ നഷ്ടം തന്നെയാണ്.